പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, LSTD AE പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ PSCയുടെ പ്രൊഫൈലിൽ ആക്റ്റീവായിട്ടുണ്ട്. യോഗ്യതയുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 573/2024 കാറ്റഗറി നമ്പർ 573/2024 എന്നുള്ളതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ LSTD AE സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് LSTD AE. ഒരുപാട് ഒഴിവുകൾ, ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന തസ്തികയാണ് LSTD AE. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ ചാൻസ് ആണ്. ഈ വർഷം തന്നെ 2025 തന്നെ ഈ പരീക്ഷ നടക്കും. 2025 അവസാനത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ PSC ടെന്റേറ്റീവ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഏകദേശം മാസമൊക്കെ അറിയാൻ സാധിക്കും. എന്ത് തന്നെ ആണെങ്കിലും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ ബാച്ചിൽ നിങ്ങൾക്ക് ഒന്നേത് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിന്റെ കൂടെ ചേർന്ന് കൂടുതൽ ഇന്റൻസീവ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ സാധിക്കും. അപ്പോൾ സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 55,200 മുതൽ 1,15,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ച പോസ്റ്റാണ് LSTD AE എന്നുള്ളത് ഓർക്കുക. അപ്പോൾ സർക്കാരിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ് LSTD AE എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാച്ചിൽ പഠിക്കുക. കൃത്യമായിട്ട് ആ ഒരു സിലബസ് പഠിച്ച് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടിയാൽ തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1988 ജനുവരി 2 ശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. SC ST അല്ലെങ്കിൽ OBC കാറ്റഗറികളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് യൂഷ്വലായി കിട്ടുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്? ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, അല്ലെങ്കിൽ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ് ആയിട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗിലെ ബിരുദം എന്നുള്ളതാണ്. ഓർ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ AMI ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, AMI സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജനുവരി 29 അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് മുതൽ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റിൽ എത്താനും അതുപോലെ തന്നെ ടോപ്പ് റാങ്ക് നേടി ജോലിയിലേക്ക് എത്താനും നിങ്ങളെ സഹായിക്കുക. ഒരു ദിവസം 1-2 ദിവസം ഒന്ന് മാറിപ്പോയാലും തിരികെ ട്രാക്കിലേക്ക് വരാനായിട്ട് തീരുമാനമെടുക്കുക. പുതിയ വർഷമാണ്, പുതിയ തീരുമാനങ്ങളുമായിട്ട് നമുക്ക് ഈ ജോലിയിലേക്ക് ഇന്ന് മുതൽ നടന്നു തുടങ്ങാം. അതിന് എല്ലാവിധമായ സഹായങ്ങളുമായിട്ട് I+ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ക്ലാസ്സുകൾ, നോട്ടുകൾ, അതുപോലെ തന്നെ ടെസ്റ്റുകൾ, പരമാവധി ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ റിവിഷൻ, ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് I+ന്റെ കോഴ്സിന്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട, പഠിച്ചു തുടങ്ങുക, നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.